Hello dear children, welcome to Kids Area Online. Class 1-ന് ഇനി മൺഡേ ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങാം. മൺഡേക്ക് മുമ്പായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവോ? നിങ്ങൾ റെഡി ആണോ? റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലേക്ക് പോവാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. തേർഡ് ടേമിന്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കൾ. STD1 മുതൽ STD5 വരെയാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 1 hour ലൈവ് ക്ലാസ്സസ് ആണ്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഒത്തിരി വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ബാച്ച് നടക്കുവാണ്. അടുത്ത ബാച്ച് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാർച്ചിൽ അഡ്മിഷൻ എടുക്കും. താല്പര്യമുള്ളവർ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. മാർച്ചിൽ അഡ്മിഷൻ ടൈമിലൊന്ന് മെസ്സേജ് അയക്കാം. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും അറിയാനായി കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ നൽകിയിട്ടുണ്ട്. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മാച്ചിങ് ആണ്. മാച്ചിങ്, ഇവിടെ നോക്കിയേ, ഇതെന്താണ്? ഈ ഓരോ മുകളിൽ നൽകിയിട്ടുള്ള ഓരോ അനിമൽസിന്റെയും വീടുകളാണ്. നിങ്ങൾക്ക് വീടില്ലേ? അതുപോലെ എല്ലാ അനിമൽസിനും എന്തുണ്ട്? വീടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡോഗിന്റെ ഒരു വീടുണ്ടായിരുന്നല്ലോ. അതിന്റെ പേരെന്തായിരുന്നു? ഡോഗിന്റെ വീടിന് എന്താ പറയാ? അതെ, കെനൽ. എന്താ പറയാ? കെനൽ. ഓർമ്മയുണ്ടോ? കെനൽ. ഇനി മൗസ് എവിടെയാ താമസിച്ചിരുന്നേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. മൗസ് എവിടെയായിരുന്നു? യെസ്, ഹോളിലായിരുന്നു അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ജീവികളെയും മാച്ച് ചെയ്യിക്കണം. റെഡിയാണോ? അവരുടെ വീടുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാമോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ആൾ ആരാണ്? മൗസ് ആണ്. ആദ്യം ആരാ? മൗസിന്റെ വീട് ഏതാണെന്ന് പറഞ്ഞേ. ഒന്നാമത്തെയാണോ, രണ്ടാമത്തെയാണോ, മൂന്നാമത്തെയാണോ, നാലാമത്തെയാണോ, അഞ്ചാമത്തെയാണോ? ഇതിൽ ഏതാ മൗസിന്റെ വീട്? ഏതാ? യെസ്, ഇവിടെ മൂന്നാമത് കാണുന്ന ഹോളാണ് ആരുടെ വീട്? ആരുടെ വീടാ? മൗസിന്റെ വീട്. അപ്പൊ മൗസിന്റെ വീട് എന്താണ്? ഹോൾ. ഇതാരാണ്? മൗസ്. MOUSE. നിങ്ങൾ കുറച്ച് വാക്കുകളുടെ സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ. 1ാം ക്ലാസ്സിൽ കുറച്ച് വാക്കുകളേ ഉള്ളൂ. അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. മൗസിന്റെ വീട് ഏതാ? ഹോൾ. മൗസിന്റെ വീട് ഏതാണ്? ഹോളാണ്. ഓക്കെ, ഇതാരാണ്? നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. പറന്നാണ് വരിക. കാന്ന് കരയും. യെസ്, കിട്ടി. ക്രോ ഇതിലെവിടെയാ താമസിക്കുന്നേ? ക്രോ ഇവിടെ ഏത് വീട്ടിലാ താമസിക്കുന്നേ? ഇതിൽ ഏത് വീട്ടിലായിരിക്കും ക്രോ താമസിക്കുന്നേ? കണ്ടോ? എത്രാമത്തെയാ? അതെ, ക്രോ താമസിക്കുന്നത് കിളിക്കൂട്, നെസ്റ്റിലാണ്. ക്രോ താമസിക്കുന്നത് എവിടെയാ? നെസ്റ്റ് ആണ്. തെറ്റിക്കല്ലേ കേട്ടോ. മൗസ് എവിടെയാ താമസിക്കുക? ഹോളിലാണ്. ക്രോ എവിടെയാണ് താമസിക്കുന്നേ? ക്രോ ലിവ്സ് ഇൻ നെസ്റ്റ്. പക്ഷിക്കൂട്, കിളിക്കൂട്. മരത്തിന് മുകളിൽ കിളിക്കൂടൊക്കെ കണ്ടിട്ടുണ്ടോ? അതെ, കിളിക്കൂടിലാണ് ആര് താമസിക്കുക? ക്രോ താമസിക്കുക. ഇനി ഡോഗ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. കെനൽ ഇതിലേതാ? ഇതാണ് കെനൽ. ഓക്കെ, ഡോഗ് എവിടെയാ താമസിക്കുക? കെനലിന്റെ സ്പെല്ലിംഗ് KENNEL. ആദ്യം KE എന്നിട്ടോ NNE, ലാസ്റ്റ് L. കെനൽ. KENNEL, കെനൽ. ഓക്കെ, അപ്പൊ മൗസ് ഹോളിലാണ് താമസിക്കുക, ക്രോ നെസ്റ്റിലാണ് താമസിക്കുക, ഡോഗ് കെന്നലിലാണ് താമസിക്കുക. അപ്പൊ അത്രയും ഓക്കെ അല്ലേ? ഇനി ആരാണ്? ഹണിബി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഹണിബി എവിടെയാ താമസിക്കുന്നതെന്ന് അറിയാവോ? ഹൈവ്. ഇതാണ് ഹൈവ്. ഹണി കോംബ് എന്നൊക്കെ പറയാം. ഹൈവ് കണ്ടോ? തേനീച്ചക്കൂട് കണ്ടോ? മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെറിയൊരു ഹോള് നടുക്ക്. ഇതെന്താണ്? ഹൈവ്. ഓക്കെ, ഹണിബി എവിടെയാ താമസിക്കുന്നേ? ഹൈവിലാണ് താമസിക്കുക. ഹൈവ്.
ഇനി മങ്കി. മങ്കിയുടെ വീട് എവിടാ? ട്രീയിലാണ്. മങ്കിയുടെ വീട് എവിടാ? ട്രീയിലാണ്. മങ്കിയുടെ വീട് ട്രീയിലാണ്. അപ്പൊ ഇത്രയും വീടുകൾ നിങ്ങൾ നല്ലതുപോലെ ഓർമ്മിച്ച് വെച്ചേക്കണം. മറക്കോ ആരേലും? എക്സാമിന് ചോദിച്ചാൽ തെറ്റിക്കോ? ഇല്ലല്ലോ. മൗസ് എവിടെയാ താമസിക്കുക? ഹോളിലാണ്. ഓക്കെ. ക്രോ എവിടെയാ താമസിക്കുക? നെസ്റ്റിലാണ് താമസിക്കുന്നത്. ഡോഗിന്റെ വീട് ഏതാ? കെനൽ. ഹണിബിയുടെ വീട് ഏതാ? ഹൈവ്. മങ്കിയുടെ വീട് എവിടാ? ട്രീ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ ടീച്ചർ ചോദിക്കുകയെ നാളെ ഓരോരുത്തരുടെയും വീട് ഏതാന്ന് ചോദിക്കും, പറയണം. അടുത്ത് റിഡിൽസ്. റിഡിൽസ് എന്ന് പറഞ്ഞാൽ കടങ്കഥ. ഇവിടെ കുറച്ച് ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്. ഡോഗ്, പാരറ്റ്, എലിഫന്റ്, ഡക്ക്, ക്രോ, മൗസ്. ഡോഗ് എന്ന് പറഞ്ഞ ആരാ? ഡോഗ്, നായ. ഡോഗ്, നായ. പാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാരറ്റ്, തത്ത. പാരറ്റ്, തത്ത. ഗുഡ്. എലിഫന്റ് എന്ന് പറഞ്ഞാലോ? എലിഫന്റ്, ആന. ഡക്ക്, ഡക്ക്, താറാവ്. ഗുഡ്. ക്രോ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോ, ക്രോ, കാക്ക. മൗസ് എന്ന് പറഞ്ഞാൽ എന്താ? മൗസ്, എലി. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ടീച്ചർ ചോദിക്കാവേ. ഐ ആം ബിഗ്. ഞാൻ വലുതാണ്. ആൻഡ് ബ്ലാക്ക്. കറുപ്പ് നിറവുമാണ്. ഞാൻ ബിഗും ആണ് ബ്ലാക്കും ആണ്. ഹു ആം ഐ? ഞാൻ ആരാണെന്ന് കണ്ടെത്തി എഴുതൂ. ഐ ആം ബിഗ് ആൻഡ് ബ്ലാക്ക്. ഞാൻ വലുതാണ് ബ്ലാക്കുമാണ്. ഞാൻ ആരാണ്? കണ്ടെത്തിയോ? ഡോഗ് ആണോ? നോ. പാരറ്റ് ആണോ? നോ. എലിഫന്റ്? യെസ്. എലിഫന്റ് ഈസ് ദ ആൻസർ. ആരാണ്? എലിഫന്റ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? എലിഫന്റ്. സ്പെല്ലിംഗ് കണ്ടെഴുതണം. തെറ്റിക്കരുത് കേട്ടോ. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സ്പെല്ലിംഗ് നോക്കി എഴുതുക. നിങ്ങൾ സ്പെല്ലിംഗ് പഠിച്ചിരിക്കണം. എലിഫന്റിന്റെ സ്പെല്ലിംഗ് പഠിക്കണം. ഇനി നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുകയാണെങ്കിൽ കണ്ടെഴുതുമ്പോൾ തെറ്റിക്കാതെ കണ്ടെഴുതുക. എലിഫന്റ്. ELEPHANT. 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 ഓക്കെ. എലിഫന്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ഐ ആം എ ബേർഡ്. ഞാനൊരു പക്ഷിയാണ്. ഐ ആം എ ബേർഡ്. ബേർഡ് എന്ന് പറഞ്ഞാൽ പക്ഷി. ഐ ആം ഗ്രീൻ. എനിക്ക് പച്ച നിറമാണ്. ഐ ആം ഗ്രീൻ. എനിക്ക് പച്ച നിറമാണ്. ഹു ആം ഐ? ഐ ആം എ ബേർഡ്. ഐ ആം ഗ്രീൻ. ഹു ആം ഐ? എനിക്ക് പച്ച നിറം. ഞാൻ പക്ഷിയാണ്. ഞാൻ ആരാ? യെസ്, വെരി ഗുഡ്. പാരറ്റ്. പാരറ്റ് എന്ത് ചെയ്യണം? ഇവിടെ എടുത്തെഴുതണം. PARROT. 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 Okay. Next question. I live in a kennel. Who am I? I live in a kennel. ഞാൻ കെനലിലാണ് താമസിക്കുന്നത്. Who am I? ഞാൻ ആരാ? I live in a kennel. Who am I? Yes, very good. Dog. ആരാണ് കെനലിൽ താമസിക്കുന്നത്? Dog. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? DOG. Dog എന്ന് എഴുതണം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. പറയോ, ഉത്തരം പറയോ? I am a bird. ഞാനൊരു പക്ഷിയാണ്. I am black. എനിക്ക് കറുപ്പ് നിറമാണ്. Who am I? പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ. അറിയാൻ നോക്കട്ടെ. യെസ്, വെരി ഗുഡ്. മലയാളത്തിൽ പറഞ്ഞവർ ഇംഗ്ലീഷിൽ പറയണം. ഇംഗ്ലീഷിലെ എക്സാം ഇപ്പൊ എങ്ങനെയാ പറയാ? കാക്കി എന്നാണോ? അല്ല, പിന്നെന്താ പറയാ? ക്രോ. ക്രോ. ഇതാണ് ക്രോ. സ്പെല്ലിംഗ് എന്താ? CROW. CROW. ക്രോ. ഓക്കെ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. I live in a hall. Who am I? ഞാൻ ഹോളിലാ താമസിക്കുന്നത്. ഞാൻ ആരാണ്? നിങ്ങൾക്ക് റാബിറ്റ് എന്ന് ഉത്തരം വരാം, അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഇതിനുള്ളിൽ വേണം കേട്ടോ ഉത്തരം. ആൻസർ ഉള്ളിലുള്ള ആൻസർ മാത്രമേ എഴുതാവൂ. ഇവിടെ ഹോളിൽ താമസിക്കുന്ന മറ്റു ജീവികളുടെ പേര് എഴുതാൻ പാടില്ല. ഇപ്പൊ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അതുപോലെ അതിന് വേറെ ഉത്തരം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ കോളത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ I live in a hall. ഞാൻ ഹോളിലാണ് താമസിക്കുന്നത്. Who am I? ഞാൻ ആരാണ്? അങ്ങനെയുള്ള ആരെങ്കിലും ഈ കോളത്തിൽ ഉണ്ടോ? യെസ്, എലി. മൗസ്. ആരാ? മൗസ്. സ്പെല്ലിംഗ് MOUSE. MOUSE. മൗസ്. അവസാന ചോദ്യമാണേ.
I am a bird. ഞാനൊരു bird ആണ്. I can swim. എനിക്ക് നീന്താൻ കഴിയും. Who am I? ആരാ? Yes, very good. Duck. ആരാണ്? Duck. D-U-C-K, duck. D-U-C-K, duck. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? I am a big and black. Who am I? Elephant. I am a bird. I am green. Who am I? Parrot. I live in a kennel. Who am I? Who am I എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? Dog. I am a bird. I am black. Who am I? Crow. I live in a hole. Who am I? Mouse. I am a bird. I can swim. Who am I? Duck. Okay. പഠിച്ചില്ലേ? റിഡിൽസ് കടങ്കഥ ഓക്കെ അല്ലേ? റിഡിൽസ് ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പിക്ചറാണ്. കണ്ടോ? ഇതിൽ നിന്ന് ആനിമൽസിനെയും ബേർഡ്സിനെയും തിരിച്ചെഴുതാൻ ചോദിക്കും. ആനിമൽസ്, ബേർഡ്സ് തിരിച്ചെഴുതുക. ഇതിൽ ബേർഡ്സ് ആരൊക്കെയാണ്? ക്രോ നിങ്ങൾക്കറിയാം. ക്രോ എന്ന് പറയുന്നത് ബേർഡ് ആണ്. CROW, ക്രോ. ഇനി വേറെ ഏത് ബേർഡ് ഉണ്ട്? ഇതാരാണ്? പാരറ്റ്. പാരറ്റ് എന്താ? ബേർഡ് ആണ്. PARROT, പാരറ്റ്. PARROT, പാരറ്റ്. ഇനി ഇവിടെ ഒരാൾ നടന്നു പോകുന്നുണ്ടല്ലോ, ഇതാരാ? ഡക്ക്. DUCK, ഡക്ക്. DUCK, ഡക്ക്. ഇനി ഇതാ ഇവിടെ ഒരാൾ പറക്കുന്നുണ്ട്, ഇതാരാ? ഈഗിൾ. ആരാ? ഈഗിൾ. EAGLE, ഈഗിൾ. ഇനി അനിമൽസ്. അനിമൽസ് ആരൊക്കെയുണ്ട്? ദാ ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഇതാരാ? ക്യാറ്റ്. CAT, ക്യാറ്റ്. ഇതാരാ? മൗസ്. MOUSE, മൗസ്. ഇവിടെ ഒരാളുണ്ട്, ആരാ? റാബിറ്റ്. RABBIT, റാബിറ്റ്. RABBIT, റാബിറ്റ്. ഇനി അടുത്ത ആളാരാണ്? മങ്കി. മങ്കി. MONKEY, മങ്കി. ലാസ്റ്റ് ആരാ ഉള്ളത്? സീബ്ര. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് തിരിച്ചെഴുതാനായിട്ട് അറിയാലോ. സ്റ്റോറി ബുക്കിൽ നിന്ന് കുറേ മൃഗങ്ങളും പക്ഷികളും പുറത്തേക്ക് വന്നു അല്ലേ? സ്റ്റോറി ബുക്കിൽ നിന്ന് കുറേ പക്ഷികളും അനിമൽസും പുറത്തു വന്നു. അപ്പൊ അനിമൽസിന്റെ പേരെല്ലാം ഇവിടെ എഴുതുക, ബേർഡ്സിന്റെ പേരെല്ലാം ഇവിടെ എഴുതുക. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റിക്കാതെ എഴുതത്തില്ലേ? എഴുതുവോ? എഴുതും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് സ്പെല്ലിംഗ് ഉണ്ട്. എന്താണെന്ന് അറിയാവോ? ഫ്രൂട്ട്സിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബനാന, ഗ്രേപ്സ്, ഓറഞ്ച്, ആപ്പിൾ, മാംഗോ. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ആപ്പിൾ, ബനാന, മാംഗോ, ഗ്രേപ്സ്. ഓക്കെ, ഈ കുറച്ച് ഓറഞ്ച്, ഇത്ര 5 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കണം. പിന്നെ അതുപോലെ ഇവിടെ കാണുന്ന പിക്ചേഴ്സ്. പാരറ്റിന്റെ സ്പെല്ലിംഗ് പഠിക്കണം, എലിഫന്റിന്റെ സ്പെല്ലിംഗ് പഠിക്കണം, ക്രോയുടെ സ്പെല്ലിംഗ് പഠിക്കണം, ഡക്കിന്റെ സ്പെല്ലിംഗ് പഠിക്കണം, റാബിറ്റിന്റെ സ്പെല്ലിംഗ് പഠിക്കണം, കാറ്റിന്റെ സ്പെല്ലിംഗ് പഠിക്കണം, ഡോഗിന്റെ സ്പെല്ലിംഗ് പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കഥാപാത്രങ്ങളില്ലേ, നിങ്ങളുടെ 2ാമത്തെ യൂണിറ്റിലും 3ാമത്തെ യൂണിറ്റിലും വന്നിട്ടുള്ള കഥാപാത്രങ്ങൾ. ഡക്ക് ഉണ്ട്, പാരറ്റ് ഉണ്ട്, എലിഫന്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. അതുപോലെ അടുത്ത യൂണിറ്റിൽ വരുമ്പോൾ ആരൊക്കെയുണ്ട്? കാറ്റ്, ഡോഗ്, പപ്പി, ഹണിബി, ഫ്രോഗ്, റൂസ്റ്റർ. അങ്ങനെ മെയിൻ ആൾക്കാരുടെ പേരുകൾ പഠിച്ചിട്ടേ പോകാവൂ. എക്സാമിന് എഴുതി പഠിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനിയും ഒത്തിരി ക്ലാസ്സുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ടീച്ചർ നാളെ കുറച്ച് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് എക്സാമിനായിട്ട് നിങ്ങളെ സൺഡേ റെഡിയാക്കി വിടും. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.